Hi, so we are back to our pericyclic reactions where we are going to discuss the second type of reaction, which is my cycloaddition reaction. Okay, ഈ പേരിൽ തന്നെ നോക്കൂ addition. So you're adding. അപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടുപേരെങ്കിലും വേണമല്ലോ. So two molecules add ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സൈക്ലോ പ്രോഡക്റ്റ് ഓർ സൈക്ലിക് പ്രോഡക്റ്റ് കിട്ടുന്നതിന് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ആ പേര് സൈക്ലോ എഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ ടേക്ക് എ ടിപ്പിക്കൽ ഒരു റിയാക്ഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ലെറ്റ് മീ ടേക്ക് രണ്ട് മോളിക്യൂൾ this is my ethene or ethylene. രണ്ട് ethylene molecules react ചെയ്യുമ്പോൾ see there is a movement and I get a product which is my cyclobutane. Okay, എനിക്ക് cyclobutane എന്നൊരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടണം. Generally you see this happening in presence of light. Okay, so ഈ ഒരു particular reactionൽ ഞാൻ നോക്കൂ, ഇവിടെ ഒരു പൈ സിസ്റ്റം അല്ലേ, ഇവിടെ രണ്ട് മോളിക്യൂൾസ്, അതൊരു പൈ സിസ്റ്റം ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ 2π സിസ്റ്റം. സോ 2π ആണ്, ഇവിടെയും 2π ആണ്. ആൻഡ് ഐ എം ഗെറ്റിംഗ് a cyclic product, and this is what why we call this a 2+2 cyclization. Okay, nomenclature ആണ് ഞാൻ അവിടെ പറയുന്നത്. ഇറ്റ്സ് കോൾഡ് എ 2+2 cycloaddition reaction ആണ്. ആൻഡ് ഇവിടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ റിയാക്റ്റൻറ്റിൽ ദർ വർ ടോട്ടലി രണ്ട് പൈ സിസ്റ്റം ഉണ്ട്. പ്രോഡക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആ പൈ സിസ്റ്റമേ ഇല്ല. സോ ആൻഡ് യു വിൽ സീ 2 ന്യൂ സിഗ്മ ബോൺസ് ഫോംഡ്. അപ്പോൾ ഈ സൈക്ലോ എഡീഷൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് എപ്പോഴും 2 ന്യൂ സിഗ്മ ബോൺസ് ഉണ്ടാവാം, 2 പൈ ബോൺസ് കുറയും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 2 ന്യൂ സിഗ്മ ബോൺസ് ആൻഡ് 2 പൈ ബോൺസ് വിൽ ബി ലെസ് ഇൻ ദ പ്രോഡക്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് യു സോ ഹിയർ. കണ്ടോ, ഈ നമ്മുടെ ആദ്യത്തെ കേസിൽ ഇവിടെ 2 സിഗ്മയും 2 പൈ ആണ്. ഫൈനൽ പ്രോഡക്റ്റിൽ നോക്കൂ, 4 സിഗ്മയാണ്, പൈ 0. സോ വെൻ യു കമ്പയർ ഫ്രം ദ റിയാക്ടൻറ്റ്, +2 ആണ് സിഗ്മ കൂടിയത് ആൻഡ് -2 ആണ് പൈ പോയത്. വേറൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇസ് മൈ സിസ് 1,3-butadiene. ഇതാണ് ദ ടിപ്പിക്കൽ ഡീൽസ്-ആൽഡർ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ നോക്കൂ, ദിസ് ഇസ് എ 4π system and this is a 2π system. Okay, അതുകൊണ്ടാണ് ഇതിന് 4+2 cyclization. in the Woodward-Hoffmann ഇതിൽ 4π 2π ഇങ്ങനെയും നമ്മൾ എഴുതാറുണ്ട്. ആൻഡ് ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, യു ക്യാൻ സീ ദാറ്റ് this will come here, this will come here, this will come here, and എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് is this is what I get. അപ്പോൾ നോക്കൂ, there were totally 6π electrons അല്ലേ ഇവിടെ പ്രോഡക്റ്റിൽ. ഇതിപ്പോൾ എനിക്ക് കിട്ടുന്ന സൈക്ലോഹെക്സീൻ ആണ്. ഈ സൈക്ലോഹെക്സീനിൽ 1π ബോണ്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ സോറി, this is a 2π system, right? So here we had 3π electrons and you got 1π electron മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് ഇവിടെ 1 2 3 4 സിഗ്മ ബോൺസ് ഉണ്ടായിരുന്നു. നൗ യു ഹാവ് 1 2 3 4 5 6 സിഗ്മ ബോൺസ്. സോ ദിസ് ഇസ് ഹൗ, ആൻഡ് ദിസ് ഇസ് കോൾഡ് എ 4+2 cyclization. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ഡിസ്കസ് cycloaddition. Okay, so stereochemical aspects. Okay, avade there are 2 terms which we call suprafacial and antarafacial. Okay,
you should be very clear about these two terms. Now idile enganeyacha, suppose, okay, now I have my in this case, okay, nammude double bond inde case ile നമ്മുടെ പൈ സിസ്റ്റത്തിൽ ഐ നോ ദാറ്റ് മൈ പൈ ബോണ്ട് സിഗ്മ ബോണ്ടിന്റെ അബവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ആണല്ലോ. ലെറ്റ് മീ ലുക്ക് ഇൻ ടു ദ ഓർബിറ്റൽസ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ടേക്ക് എ ടിപ്പിക്കൽ ദാറ്റ് നമ്മുടെ ഡീൽസ് ആൽഡർ റിയാക്ഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് എൻ്റെ ആ ഓർബിറ്റൽസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സോ ആൻഡ് ഐ ആം ഇറ്റ് ഈസ് നൗ ഇറ്റ് വിൽ we are having the reaction with a double bond അല്ലേ. ഇങ്ങനെ ഒരു കേസ് നമ്മൾ നോക്കുമ്പോൾ now when you look at the interacting orbitals എന്ന് പറഞ്ഞാൽ ഈ നാല് പേരാണ്. ഓക്കെ, ഈ interacting orbitals, let me look first, ഇതിനെ ഞാൻ let me look at this 1 and 2 എന്ന് ഞാൻ പറയാണ്. ഓക്കെ, ആദ്യത്തെ മോളിക്യൂൾ എടുത്തിട്ട് now suppose it is interacting such. Okay, now I have phases, right? Now if it is interacting such that, okay, both അതായത് ഈ മോളിക്യൂൾ 1ന് മുകളിലത്തെ ലോബ്സ് ആണ് ഒന്നെങ്കിൽ മുകളിലത്തെ ലോബിലേക്ക് അല്ലെങ്കിൽ താഴത്തെ ലോബിലേക്ക്. ഓക്കെ, which means that ഞാൻ മോളിക്യൂൾ 1നെ നോക്കുമ്പോൾ ആ ഇന്ററാക്റ്റിംഗ് ഉള്ള ലോബ്സ്, ഓക്കെ, മുകളിലത്തെ ആണ് അപ്പുറത്തുള്ള ആളുടെ മുകളിലത്തേക്ക് തന്നെ, അതായത് മോൾ വശം അല്ലെങ്കിൽ താഴ്വശം. ഓക്കെ, ബട്ട് ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ബോത്ത് ദ ലോബ്സ് ആർ the how do you say above the plane ഉള്ള സെയിം ഫേസ് ഓഫ് ദ പൈ സിസ്റ്റത്തിൽ നിന്നാണ് അത് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇതിനെയാണ് ഞാൻ സുപ്രാഫേഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അതായത് ഇറ്റ് ഷുഡ് ബി ഇറ്റ് ക്യാൻ ബി സി ഇതിപ്പോൾ മുകളിലത്തെ ഈ രണ്ടെണ്ണം ക്യാൻ ബി ഇന്ററാക്ടിങ് വിത്ത് ദ ടോപ്പ് ഓഫ് ദീസ് ടു ഓർ വിത്ത് ദ ബോട്ടം ഓഫ് ദീസ് ടു. ഓക്കെ, ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് സുപ്രാഫേഷ്യൽ. നൗ ലെറ്റ് മീ ലുക്ക് ഇൻ ടു അന്റാറാഫേഷ്യൽ. ഇത് ഭയങ്കര ചില കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവണ ഒരു കാര്യം, പക്ഷെ ഒട്ടും വിഷമിക്കാനില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. അതെന്നാൽ ആ ഒരു എങ്ങനെയാണ് നമ്മളത് ആ വ്യൂ ചെയ്യണത് നോക്കണം. എപ്പോഴും വ്യൂ ചെയ്തോളൂ മോളിക്യൂളിനെ നോക്കിയിട്ടാണ്, ഓരോ മോളിക്യൂളിനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ട്, അത് ഹോൾ സിനാരിയോ നോക്കരുത്. ഓക്കെ, നൗ ലെറ്റ് മീ ലുക്ക് ഇൻ ദിസ് കേസ്. ഓക്കെ, വീണ്ടും ലെറ്റ് മീ ലുക്ക് മോളിക്യൂൾ 1, അതായത് നമ്മുടെ ബ്യൂട്ടാഡൈൻ എടുക്കുക. ബ്യൂട്ടാഡൈൻ്റെ നോക്കൂ, ഇവിടുത്തെ മുകളിലത്തെ ഭാഗം is now going to interact here. Okay, don't forget about the ethene molecule. ഈ ലോബ് മുകളിലത്തെ ഇവിടെ. Okay, let me say that the bottom lobe, okay, താഴത്തെ ലോബാണ് ഇവിടെ ഇന്ററാക്ട് ചെയ്യാണ്. സോ with respect to the what is it, the butadiene, എൻ്റെ ടോപ്പ് അതായത് ഇന്ററാക്ടിങ് ഓർബിറ്റൽസിൽ ആദ്യത്തെ ലോബാണ്, മുകളിലത്തെ ഭാഗമാണ്. ആൻഡ് ഇവിടെ ഓപ്പോസിറ്റ് ആണ്, ഇത് തമ്മിൽ നോക്കൂ, ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ആൻഡ് ഇറ്റ് ഈസ് interacting means with respect to this molecule it is antarafasial. Okay, ഇതാണ് എ എന്ന് പറയുന്നത്. നൗ ഈഥീൻ്റെ കേസ് നോക്കിക്കോളൂ, ടോപ്പാണ് ഇന്ററാക്ട് ചെയ്യണേ അല്ലേ, ബോത്ത് ദ ടോപ്പ് സൈഡ് ഇസ് interacting. So this is suprafacial. So we say this is a 4A plus 2S cycloaddition. ഇവിടുത്തെ കേസിൽ 4S 2S addition ആണ്. Okay, you can also take now suppose, okay, വേറൊരു കേസ് ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. That is, just know what is the suprafacial and anterofacial. Okay, again I have my system. This is my typical Diels-Alder ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യണേ. Okay, now suppose this is, okay, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. Suppose this is interacting, the top is interacting with the top
and the bottom is interacting with the bottom. Okay, അപ്പോൾ നോക്കൂ, ഈ ആദ്യത്തെ മോളിക്യൂളിനെ നോക്കുമ്പോൾ ടോപ്പ് ലോബ് ആൻഡ് ദ ബോട്ടം ലോബ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ 4A സിസ്റ്റം, ദാറ്റ് ഇസ് അന്റാറാഫേഷ്യൽ. ഇവിടെയും നോക്കൂ, എത്തലിന്റെ കേസിൽ ഇറ്റ്സ് എ 2π സിസ്റ്റം. സോ അവിടെ വീണ്ടും ടോപ്പ് ആൻഡ് ദ ബോട്ടം ഇസ് ഇന്ററാക്ടിങ്, വിച്ച് മീൻസ് ദിസ് ഇസ് ഓൾസോ അന്റാറാഫേഷ്യൽ. ദിസ് ഇസ് എ 4A plus 4A അന്റാറാഫേഷ്യൽ സിസ്റ്റം. ഓക്കെ, this is very important. Okay, അത് നമ്മൾ ആ ഒരു അറിയണം. Now when we talk about, now I have to come to a concept called, which is the frontier molecular orbitals. Okay, if നമ്മൾ ഏതൊരു മോളിക്യൂൾ ഉണ്ടായി കഴിഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ കുറേ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽസ് നമ്മൾ വരയ്ക്കും. ഓക്കെ, അത് ആന്റി ബോണ്ടിങ് ഉണ്ട്, ബോണ്ടിങ് ഉണ്ട്. അത് എനർജി വൈസ് നമ്മളിങ്ങനെ നിരത്തി സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ നമ്മളിത് യു സ്റ്റാർട്ട് ഫില്ലിങ്. ഓക്കെ, ഈ ഫില്ലിങ് എത്രയോ നമുക്കുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് വി വിൽ നൗ ടോക്ക് ഇൻ ദിസ് ടേംസ്. ഓക്കെ, നമ്മുടെ ഹയസ്റ്റ്, അതായത് ഇങ്ങനെ ലോവസ്റ്റ് എനർജിയിൽ നിന്ന് ഹയസ്റ്റ് എനർജിയിലേക്കല്ലേ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണേ, അവസാനത്തെ ഓർബിറ്റൽ ഫില്ല് ചെയ്യണ ഓർബിറ്റൽ. ഓക്കെ, ആൻഡ് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓർബിറ്റൽ ആർ ദി ഓർബിറ്റൽസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇൻ ടേംസ് ഓഫ് റിയാക്ഷനിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ദീസ് ആർ കോൾഡ് ഫ്രോണ്ടിയർ മോളിക്കുലർ ഓർബിറ്റൽസ്. അതായത് മുന്നോട്ട് നിൽക്കുകയാണ് ഈ റിയാക്ഷനിൽ. എപ്പോഴും ആ ഓർബിറ്റൽ കൺസെപ്റ്റിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ മൂവ്മെന്റ് ആണല്ലോ കെമിക്കൽ റിയാക്ഷൻ. ആ മൂവ്മെന്റ് നടക്കണ ഈ ഓർബിറ്റൽസ്, ഈ മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കണേന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, സോ മുന്നോട്ട് നിൽക്കുന്ന ഓർബിറ്റൽസ്, അതായത് ഫ്രോണ്ടിയർ മോളിക്കുലർ ഓർബിറ്റൽസ് ഉള്ളത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത, ഏറ്റവും ഹയസ്റ്റ് മോളിക്കുലർ ഓർബിറ്റലിൽ, അതായത് അവസാനം ഫില്ല് ചെയ്യണ മോളിക്കുലർ ഓർബിറ്റൽ ഉള്ളതും പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പല്ല വേക്കൻ്റ് ആയിട്ട് മോളിക്കുലർ ഓർബിറ്റൽ. ആൻഡ് ഇതിനെയാണ് നമ്മൾ രണ്ട് പേര് വിളിക്കണേ, ഹോമോ ആൻഡ് ലൂമോ. ഓക്കെ, സോ we say there is a homo-lumo interaction always. അതായത് റിയാക്റ്റൻസിന്റെ ഒരു റിയാക്റ്റന്റിന്റെ ഹോമോ റിയാക്ട്സ് വിത്ത് ദ ലൂമോ ഓഫ് ദി other reactant. അപ്പോൾ അതായത് there is an electron transfer between these case. So homo എന്താ, homo is the highest molecular or highest occupied molecular orbital. Lumo is the lowest unoccupied molecular orbital. Okay, that is how the name signifies. So നമ്മൾ ആ മോളിക്കുലർ ഓർബിറ്റൽസ് നമ്മളെല്ലാം വരച്ചിട്ട് ഏറ്റവും അവസാനം കയറിയ ഇലക്ട്രോൺ കയറിയ ഓർബിറ്റലാണ് നമ്മുടെ ഹോമോ. അതിൻ്റെ തൊട്ട് മുകളിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ആദ്യത്തെ ഓർബിറ്റലാണ് ലൂമോ. ഇസ് ദിസ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ വെൻ ഐ ലുക്ക് ഇൻ ടു, നമുക്ക് പെരിസൈക്ലിക് റിയാക്ഷനിൽ ഈ സിമെട്രി കൺസർവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു വിൽ സീ ദാറ്റ് ജനറലി നമുക്ക് ദ റിയാക്ഷൻ ഒക്കേഴ്സ് തെർമലി ആൻഡ് ഫോട്ടോ കെമിക്കലി എന്നല്ലേ നമ്മൾ പറയണത്. യു വിൽ സീ ദാറ്റ് ചില കേസിൽ യു വിൽ സീ ദ തെർമലി അലൗഡ്, ഫോട്ടോകെമിക്കലി നോട്ട് അലൗഡ്, ഫോട്ടോകെമിക്കലി നോട്ട് അലൗഡ് എന്ന് പറയും. ചിലത് ഫോട്ടോകെമിക്കലി അലൗഡ് ആൻഡ് തെർമലി നോട്ട് അലൗഡ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബിഫോർ ദാറ്റ് വി ഡിസ്കസ് ദി FMO മെത്തേഡ്. അതായത് ആ ഫ്രോണ്ടിയർ മോളിക്കുലർ ഓർബിറ്റൽസ് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ വളരെ വളരെ എളുപ്പം. So let me go to the 2+2 addition. നമ്മൾ സൈക്ലോ എഡിഷൻ 2+2 നമ്മൾ കണ്ടതാണല്ലോ. ആ കേസിൽ when I am going to think about the homo and the lumo of my 2+2 സൈക്ലോ എഡിഷനിൽ, സോ എൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ എടുത്തത് ആ എത്തിലിൻ്റെ ആണല്ലോ. Now it is seen that, okay, ഞാൻ രണ്ട് കണ്ടീഷൻ നോക്കാൻ പോവാണ്. I am going to look into the thermal condition as well as the photochemical condition. What is happening thermally and what is happening photochemically. അതിൽ നമുക്ക് ഇവരുടെ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ആദ്യം നോക്കേണ്ടത്. സോ ഒരു എത്തിലിൻ സിസ്റ്റം ഓക്കെ പറയുമ്പോൾ ഐ ഹാവ് സിഗ്മ, പൈ, പൈ സ്റ്റാർ ആൻഡ്
sigma star as a molecular orbital. Generally, last two nokumbo, this is how the pi and pi star are my frontier orbitals. Okay, in my ethylene frontier orbitals are my pi and pi star. Okay, and what happens is that this is the ground state. Fine. അപ്പോൾ ഇതിന്റെ നമുക്കൊന്ന് molecular orbital picture എങ്ങനെയാ നമുക്ക് നോക്കാം. pi എന്ന് പറഞ്ഞാൽ it will be a typical ഇങ്ങനെ ഇരിക്കും. Whereas pi star is like this. Okay? ഇങ്ങനെയാണ്. This is how it is happening. Let me take the photochemical. Photochemical വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ I am irradiating this molecule with light. So immediately one electron is promoted to the pi star orbital. So what you will see is when H nu happens, my molecular orbitals is sitting like this. Okay, fine. So ഇതില് ഈ രണ്ട് റിയാക്റ്റൻസിന്റെ ഒരെണ്ണത്തിന്റെ നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പോണു എന്നാണ് പറയണത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദ ഹോമോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ലൂമോ സിറ്റുവേഷൻ, ലൂമോ എന്ന് പറയണത് ദാറ്റ് ഈസ് ഹോമോ വിൽ ബി ദ പൈ സ്റ്റാർ ഓർബിറ്റൽ. ഒരെണ്ണം പ്രൊമോട്ട് ചെയ്തുല്ലോ. ലൂമോ വിൽ ഡെഫിനറ്റ്ലി ഓൾസോ ബി ദ പൈ സ്റ്റാർ ഓർബിറ്റൽ ബിക്കോസ് ഒരെണ്ണത്തിന്റെ പ്രൊമോട്ട് ചെയ്യണില്ല. ഒരു റിയാക്ടന്റെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, മറ്റേത് സ്റ്റേസ് ഇൻ ദിസ് ഫോമാറ്റ്. സോ ദ ലൂമോ ഇസ് അഗെയിൻ ദ വേക്കന്റ് പൈ സ്റ്റാർ ഓർബിറ്റൽ ആൻഡ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഒരു പൈ സ്റ്റാർ ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നതാണ് ഹോമോ ഓഫ് ദി അതർ റിയാക്ടൻ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഹോമോ ലൂമോ ഇന്ററാക്ഷൻസ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. സോ in this case photochemical idil varumbo let me see how the reaction is happening. So orenathinte homo, let me draw it with a different color. Orenathinte homo inganeyana, that is my pi star. Okay, it is in this direction and I have the LUMO, okay, which is again my pi star. Okay, now let me check if I have, okay, let me check if I have a interaction such that it is happening, now let me look into this antarafacial and suprafacial. Okay, idana njan ini aduthathu nokkan ponathu. Okay, so I am going for a suprafacial. Okay, appo ee molecule, appo molecule number 1 vechittu it is going up to the same side and here also same side. Appo molecule 1 vechittu suprafacial aanu. Second molecule inde nokkumbo nokku ee lobe going to the top, ee lobe going, the top lobes are going. അല്ലെ, രണ്ടെണ്ണത്തിൻ്റെയും ടോപ്പ് ലോബ്സ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എസ്. ഈ മോളിക്യൂൾ 1ന്റെ നോക്കുമ്പോൾ രണ്ടുപേരുടെ ടോപ്പ് ലോബ്സ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് സോ ഓർ യു ക്യാൻ ഇവൻ ടേക്ക് ദി അതർ വേ. ഓക്കെ, യു ക്യാൻ ഓൾസോ ടേക്ക് ദ കേസ് വേർ ദ ബോട്ടം ലോബ്സ് ആർ ഓൾസോ ഇന്ററാക്ടിങ്. ബട്ട് ഇൻ എസെൻസ് രണ്ടുപേരുടെയും ടോപ്പ് ആണ്. സോ ദിസ് ഇസ് എ 2s plus 2s സൈക്ലോ എഡീഷൻ. ആൻഡ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കോളൂ. ഇത് അതായത് ഇങ്ങടാണ് റൊട്ടേഷൻ. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് എ റൊട്ടേഷൻ ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് വാട്ട് യു വിൽ സീ ഇസ് യു വിൽ ഗെറ്റ് a nice bonding state, a bonding overlap, which means that the suprafacial overlap photochemically for a 2s plus 2s system is allowed. Okay, now let me look into the thermal condition. The same thing will be ipo antarafacial aayittu nammal chindikkumbo antarafacial you can also think it in that way, that antarafacial 2a plus 2a system is also allowed. That you can check. Okay, it's not very difficult to check. And sorry, another okay, let me go to the thermal. Next we have is the
thermal state. Now, നമ്മുടെ thermally നമ്മൾ നോക്കുമ്പോൾ the same case ഞാൻ ചിന്തിക്കുമ്പോൾ what I will be seeing is that, okay, let me draw. അവിടെ ഈ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നില്ല. സോ ലെറ്റ് മീ ഗോ ബാക്ക് ഹിയർ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇവിടെ മൈ ഹോമോ ഇസ് മൈ പൈ സ്റ്റേറ്റ്. അപ്പൊ ഈ പ്രൊമോഷൻ ഓഫ് 1 ഇലക്ട്രോൺ മുകളിലേക്ക് നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണില്ല. അപ്പോൾ ഹോമോ ഇസ് മൈ പൈ, ദാറ്റ് ഇസ് ഹയസ്റ്റ് occupied molecular orbital will be the pi orbital. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്. ബട്ട് ലൂമോ ഇസ് ഡെഫിനറ്റ്ലി വിൽ ബി ദ പൈ സ്റ്റാർ, അതായത് അൺഓക്യുപ്പൈഡ് അല്ലേ വേണ്ടേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹൗ ഇസ് ദാറ്റ് സിറ്റുവേഷൻ? ലെറ്റ് മീ ലുക്ക് അറ്റ് ദാറ്റ് സിറ്റുവേഷൻ. സോ ഐ ഹാവ് മൈ ബോത്ത് ഓർബിറ്റൽസ് ഹിയർ. സോ മൈ ഹോമോ ഇസ് മൈ പൈ. അപ്പൊ അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പൈ. This is my HOMO. ഇവിടെ പൈ സ്റ്റാർ ആണ് മൈ ലൂമോ, വിച്ച് ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ കേസിൽ ലെറ്റ് മീ അഗെയിൻ ലുക്ക് ഇൻ ടു ദ സുപ്രാഫേഷ്യൽ. ഓക്കെ, സോ ദിസ് ഇസ് മൈ തെർമൽ കണ്ടീഷൻ. എൻ്റെ തെർമൽ കണ്ടീഷൻ ആണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഞാൻ ഐ എം ഗോയിങ് ടു ലുക്ക് ഇൻ ടു സുപ്രാഫേഷ്യൽ. രണ്ടുപേരുടെയും സുപ്രാഫേഷ്യൽ വരുമ്പോൾ ഇപ്പം നമുക്ക് മോളിക്യൂൾ 1 നമുക്ക് നോക്കാം. സുപ്രാഫേഷ്യൽ പറഞ്ഞാൽ രണ്ട് മുകളിലത്തെ ലോബ് ഷുഡ് ഇന്ററാക്ട് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എന്താ കിട്ടണേ? മൈ മോളിക്യൂൾ ദാറ്റ് ഐ ഗെറ്റ് വിൽ ബി 1 ദാറ്റ് ഇസ് സി. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ബിക്കോസ് ഇറ്റ്സ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ, റൈറ്റ്? So and here ngane, which is, so this is a kind of an anti-bonding state. Okay, but so definitely this is, that is thermal condition la oru 2s plus 2s is not allowed. Now let me look at a Antara. Let me look at something like a how do you say, an Antara facial and a suprafacial. Okay, ഒരെണ്ണത്തിന്റെ അന്റാറ മറ്റേ ആളുടെ സുപ്രാഫേഷ്യൽ. നമുക്കിത് തെർമൽ ഓക്കെ കണ്ടീഷൻ നോക്കാം. സോ അഗെയിൻ വി ആർ ഗോയിങ് ഫോർ ദി 2 molecular orbitals. ഇവിടെ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി പൈ ആണ്. ദെൻ നമ്മുടെ ഹോമോ ഇസ് ഇൻ ദ പൈ സ്റ്റേറ്റ് ആൻഡ് ഹിയർ ദിസ് ഇസ് ഇൻ ദി ആന്റി ബോണ്ടിങ്. That is a pi star ana. So this is my LUMO. So LUMO ana, HOMO ana vada. Okay. Now this is now Antara. Let me look at it as the one Antara and the other suprafacial. So molecule 1 inde Antara ആയിരിക്കണം. അതായത് molecule 1 inde ഇവിടെ going to down. Okay. And ഇവിടുത്തെ മുകളിലേക്ക് പോകണം. So with respect to this molecule, okay, sorry, with respect to I did the reverse, sorry, so I can make it 2sa. It is easier since I drew it that way. Okay, so in idilta noku mollatte lobe going to below, and here mollatte lobe thanneyana movement is moving. So this is 2s. In this case, with respect to molecule 2, മുകളിലത്തെ ലോബാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, മറ്റേത് താഴത്തെ ലോബാണ്. സോ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന്റെ ആയതുകൊണ്ട് ദിസ് ഇസ് എ 2a. ബട്ട് വെൻ ഐ ലുക്ക് അറ്റ് ദ പ്രോഡക്റ്റ്, ഓക്കെ, ഞാൻ പ്രോഡക്റ്റ് നോക്കുമ്പോൾ നോക്കൂ, ഇറ്റ് ഈസ് എ ബോണ്ടിങ് സ്റ്റേറ്റ് ഇറ്റ്സെൽഫ്, വിച്ച് ഇസ് വൈ തെർമലി എ 2s പ്ലസ് 2a സിറ്റുവേഷനിൽ സൈക്ലോ എഡീഷനിൽ ഒരു സുപ്ര അന്റാറ ഫേഷ്യൽ ഇസ് അലൗഡ്, വെറസ് supra is, or antara is not allowed. In the case of photochemical, you will see that supra or antara is allowed. But this is a very important aspect when we talk about in the frontier orbital and how it is, how you see such molecules happening. ഇവിടെ നമുക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ് Diels-Alder reaction. A Diels-Alder reaction ഒരു typical 4+2 cycloaddition reaction ആണ്. നമ്മളത് ഓൾറെഡി നമ്മൾ കണ്ടു, which is my cis 1,3-butadiene reacting with ethene to give me cyclohexene. Okay,
So this is a 4-pi system, this is a 2-pi system, and that is why we call this as a 4+2 cycloaddition. And idu nammal kannathu, this is വേറൊരു നോമൻക്ലേച്ചർ കുറച്ചുണ്ട്. ദാറ്റ് ഇസ് ദിസ് ഇസ് കോൾഡ് എ ഡൈൻ. കണ്ടോ, ഡൈൻ രണ്ട് ഡബിൾ ബോണ്ട്, ആൻഡ് ദിസ് ഇസ് കോൾഡ് എ ഡൈനോഫൈൽ. ഓക്കെ, ആൻഡ് യു ഗെറ്റ് എ സൈക്ലിക് ഈൻ. ഇതാണ് ഒരു ടിപ്പിക്കൽ ഇതിൻ്റെ ഇത് പറയണത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്നത്, ഇഫ് യു സീ ഇൻ ദിസ് കേസ്, ഓക്കെ, if I'm looking into the frontier orbitals and cyclization നോക്കുമ്പോൾ you will see that ഇവിടെ ഒരു സുപ്രാഫേഷ്യൽ, കണ്ടോ, സുപ്ര ഓക്കെ, ഒരു സൈക്ലോ 4+2 ഇതിൽ ഒരു തെർമലി, ഓക്കെ, it goes through a thermal concerted suprafacial, okay, suprafacial 4+2 cycloaddition. ഇതാണ് allowed situation. Or you can also take thermally will be antara. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയി, കണ്ടോ, മറ്റേ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ 2+2ൻ്റെയും ഇത് ഇപ്പോൾ ഡീൽ-സാൽഡർ പറയുന്നത് എപ്പോഴും 4+2 ആണ്, സൈക്ലോഅഡീഷൻ ആണ് നമ്മുടെ ഡീൽ-സാൽഡർ റിയാക്ഷൻ. സോ ആൻഡ് ഈ നമ്മുടെ 2+2 അഡീഷനിൽ ഒരു വളരെ ഈ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ സൈക്ലോബ്യൂട്ടൈൻ്റെ ഫോർമേഷൻ ഇസ് ആക്ച്വലി വെരി സ്റ്റെറിക്കലി ഒരു ഹിൻഡേർഡ് സിറ്റുവേഷൻ ആണ്. Steric conditions നമ്മൾ നോക്കുമ്പോൾ, because you are going for a 4-membered ring cyclic system which is very strained, steric condition constrained ഉള്ള ഒരു system ആണ്. You have we can very nicely see the photochemical, okay, 2+2 cycloaddition. ഒരു എക്സാമ്പിൾ ഞാൻ തരാണ് of cinnamic acid. Okay, here where what you will see is that this is my cinnamic acid, random molecules, and you will get a cyclic compound. Definitely this should be C6H5 here, and you will have COH here, and you will have COH here. So this is my compound which is known as alpha truxylic acid. Okay, so idana nammada typical 2+2 photochemically favored, okay, reaction, whereas my Diels-Alder is a thermally favored 4+2 cycloaddition, suprafacial. With that we come to the end of cycloaddition. Thank you.